റോഷിബാലി, ഘടകകക്ഷികൾ ആദ്യഘട്ടത്തിൽ അഭിപ്രായം തുറന്നു പറഞ്ഞു, പിന്നീട് ഒരു തീരുമാനം വരട്ടെ എന്ന നിലയ്ക്ക് പിൻവാങ്ങി നിന്നു. പക്ഷേ ഇന്നിപ്പോൾ നേരത്തെ ഷിബു ബേബി ജോൺ ആണെങ്കിലും ലീഗിൽ നിന്നൊക്കെ ആണെങ്കിലും നിർണായകമായ ചില നീക്കങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡൽഹി തീരുമാനം കാത്തിരിക്കുന്നു എന്നാണ് ലീഗ് പറഞ്ഞത്. അത് അപ്പടി അനുസരിക്കുമെന്നല്ല. അപ്പോ സ്വാഭാവികമായും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അവർ ഇത് അനുസരിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകണമല്ലോ ഹൈക്കമാൻഡിന്. മാധവ്, അസാധാരണമായൊരു സാഹചര്യമാണ്. കാരണം സംസ്ഥാനത്ത് UDFന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ പരസ്യമായി ഇടപെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്കൊരു പക്ഷേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് അതിലൊരു സമ്മർദ്ദ ശക്തിയായി ഒരു ഘടകകക്ഷിയും മാറിയിട്ടില്ല. പക്ഷേ ഈ തവണ അങ്ങനെ ആയിരുന്നില്ല. 3 നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ചരടുവലി ശക്തമാക്കുമ്പോൾ അതിൽ ഒരു നേതാവിനൊപ്പം UDFലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നിലയുറപ്പിച്ചു എന്ന് മാത്രമല്ല, പരസ്യമായി ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പലവട്ടം നിലപാട് സ്വീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം അത് ഒരു സമ്മർദ്ദ ശക്തിയായി ലീഗ് മാറുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അത് സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വലിയ വിമർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസിന്റെ ചരിത്രം പലപ്പോഴായി പറഞ്ഞതാണ്, ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഘടകകക്ഷികൾ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദ ശക്തിയായി മാറിയാൽ അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴിപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം ഒരുങ്ങും. പല നേതാക്കളും ഈ പ്രവർത്തകരെ തെരുവിലിറക്കും. പലരും ഘടകകക്ഷികളെ സമ്മർദ്ദ ശക്തിയാക്കി മാറ്റുകയും ചെയ്യും. അതിനൊക്കെ ഹൈക്കമാൻഡ് തുടർച്ചയായി വഴങ്ങേണ്ടി വരും. അങ്ങനെ ഒരു ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അലട്ടുന്നുണ്ട്. പക്ഷേ പ്രബലരായ മുസ്ലിം ലീഗിന്റെ നിലപാട് അവഗണിച്ച് പോകാനും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഘടകകക്ഷികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് പരസ്യമായി പറയുമ്പോഴും അവരുടെ അണികളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആ തീരുമാനത്തെ അംഗീകരിച്ചേക്കാം. പക്ഷേ അവരുടെ അണികൾ അത് പ്രതിഷേധമായി എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുമോ എന്നതാണ്. കാരണം അന്ന് നമ്മൾ കേരള ഹൗസിൽ കണ്ടതാണ്. അവിടെ VD സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച MSFന്റെ പ്രവർത്തകരടക്കം പിന്നീട് തൊട്ടു പിന്നാലെ എത്തിയ KPCC അധ്യക്ഷനെ ആക്രോശിക്കുന്നത് കണ്ടു. അവിടെ അവരെ അപഹസിക്കുന്നതും കണ്ടു. പിന്നീട് MSFന്റെ ദേശീയ അധ്യക്ഷൻ നേരിട്ടെത്തിയാണ് ഖേദം പ്രകടിപ്പിച്ചത്. അത്തരമൊരു സാഹചര്യമൊക്കെ ഒരുങ്ങുമോ എന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഏതായാലും ദീപാദാസ് മുൻഷി തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തി. മറ്റ് ഘടകകക്ഷികൾ അതിൽ ഏറ്റവും രണ്ടാമത് നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫാണ്, മൂന്നാമത് RSP ആണ്. അവരൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. പക്ഷേ അവർക്ക് ഒറ്റ കണ്ടീഷൻ മാത്രം, എത്രയും പെട്ടെന്ന് നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കണമെന്ന് മാത്രമാണ്. അതേസമയം തന്നെ ഘടകകക്ഷികളോടുള്ള നിലപാട്, ഉപയോഗിക്കുന്ന ഭാഷ എന്നതിലൊക്കെ വലിയ അമർഷം എല്ലാവർക്കുമുണ്ട്. NK പ്രേമചന്ദ്രൻ പറഞ്ഞു, MM ഹസനുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ പറഞ്ഞു, ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്, ഇടപെടാനേ പാടില്ല എന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞു. ഷിബു ബേബി ജോൺ നേരത്തെ പറഞ്ഞത് നാടൻ ഭാഷയിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ലീഗിന്റെയും ചില പ്രശ്നങ്ങൾ. ലീഗിനോട് ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞു, ലീഗ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് എന്നും ചില മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് പണിയെടുത്തത് എന്നതുമൊക്കെ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്നവർ മറന്നുപോകുന്നു എന്നുള്ളത്. ആ നിലയ്ക്ക് UDF രാഷ്ട്രീയത്തിൽ ഘടകകക്ഷി ബന്ധത്തിലൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു തീരുമാനം തന്നെയാണ് 5:30-ക്കുള്ള നിർണായക യോഗത്തിന് ശേഷം തിരിച്ചു വരേണ്ടത്.